പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനം വൻ വിജയം. ഭാരതത്തിന് സമാധാന ആവശ്യങ്ങൾക്ക് യുറേനിയം ലഭ്യമാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ഭീകരതയോട് ഇരു രാജ്യങ്ങളും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓസ്ട്രേലിയൻ സന്ദർശനത്തിൽ യാഥാർത്ഥ്യമായത് നിർണായകമായ തീരുമാനം. സമാധാന ആവശ്യങ്ങൾക്കായി ഭാരതത്തിന് യുറേനിയം ലഭ്യമാക്കുമെന്ന് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് അറിയിച്ചു. യുറേനിയം അധിഷ്ഠിത വൈദ്യുതോത്പാദന രംഗത്ത് ഭാരതത്തിൽ വൻ മുന്നേറ്റമുണ്ടാക്കിയേക്കാവുന്ന നിർണായക തീരുമാനമാണ് ഓസ്ട്രേലിയയുടെ പിന്തുണയോടെ യാഥാർത്ഥ്യമാകുന്നത്. Today we can confirm the signing of the administrative arrangement to enable uranium exports to India for peaceful purposes under the 2015 Australia-India Nuclear Cooperation Agreement. The arrangement facilitates Australian uranium exports to India to help increase the share of non-fossil fuel power capacity, providing an additional market for the Australian resources sector. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് നിർണായക പ്രഖ്യാപനം. ഭീകരവിരുദ്ധ നീക്കങ്ങളിൽ ഇരു രാജ്യങ്ങളും കാര്യക്ഷമമായി സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അറിയിച്ചു. ഫ്രണ്ട്സ്, आज हमने कई क्षेत्रीय एवं अंतर्राष्ट्रीय मुद्दों पर भी विस्तार पूर्वक चर्चा की. भारत और ऑस्ट्रेलिया मानते हैं कि आतंकवाद केवल किसी एक देश के लिए नहीं बल्कि पूरी मानवता के लिए गंभीर चुनौती है. इसलिए आतंकवाद के खिलाफ हमारी लड़ाई भी साझा है, हमारे संकल्प भी अटूट है और हमारा सहयोग भी लगातार मजबूत हो रहा है. हमारा यह भी मानना है कि विश्व के अनेक भागों में चल रहे तनावों और युद्धों का समाधान डायलॉग और डिप्लोमेसी से ही संभव है. ഭാരതവും ഓസ്ട്രേലിയയും ഊർജ്ജസ്വലമായ ജനാധിപത്യ രാഷ്ട്രങ്ങളെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. 2022 മുതൽ ഇന്ത്യ ഓസ്ട്രേലിയ നിക്ഷേപവും വ്യാപാരവും വൻതോതിൽ വളരുന്നു. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജോൽപാദനത്തിനും കാലാവസ്ഥാ അനുകൂല നിലപാടുകളിലും സഹകരിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംയുക്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.